വട്ടവടയിൽ 18 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വട്ടവടയിലെ സന്ദർശനത്തിൽ തീരാ ദുരിതത്തിൽ കഴിയുന്ന കുടുംബങ്ങളെ നേരിൽ കണ്ടതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. இதயம் இருந்தா இப்படி பண்ணலாங்கிற ஒரு பாடம் கத்து கொடுக்கிறதுக்காக அந்த 18 பேரோட வீடு வந்து பண்றதுக்கு ஒரு பெரிய திட்டம் ஒண்ணு போட அந்த பொறுப்பு நான் இவங்களை ஒப்படைச்சிருக்கேன். அழகராஜர் அவங்க அது பண்ணணும். அதுக்கு அந்த திட்டம் படி திட்டத்துக்கு சேர்ந்த மாதிரி ஒரு பெரிய காட்சி ஒன்று உருவாகணும். அது வாழ்க்கைக்கு வந்து அமையணும். നിതിൻ തോമസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നിതിൻ, എവിടെയാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്? എന്താണ് വിവരങ്ങൾ? മാധു, PMAY പദ്ധതി വേണ്ടെന്ന് വെച്ച് ലൈഫ് മിഷനിൽ വീട് കൊടുക്കുമെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ വാക്കു പാലിക്കുന്നില്ലെന്നും അതുപോലെ തന്നെ വോട്ട് വാങ്ങി ജയിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നവർക്ക് ഇത് ഒരു പുതിയ മാതൃകയായിരിക്കുമെന്നും പറഞ്ഞാണ് വട്ടവടയിൽ നടന്ന കലിംഗ് സഭയിൽ സുരേഷ് ഗോപി 18 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്നുള്ളൊരു പ്രഖ്യാപനം നൽകിയിരിക്കുന്നത്. ജനങ്ങളെ വഞ്ചിക്കുന്നവരെ റോഡിൽ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യും ഇന്ന് രാവിലെ വട്ടവടയിൽ നടന്ന കലിംഗ് സഭയിൽ പറഞ്ഞു. കൂടാതെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ ഒരു പരിഹാസവും ഉയർന്നിട്ടുണ്ട്. വട്ടവട പഞ്ചായത്തിൽ ഗവൺമെന്റ് സ്കൂൾ വേണമെന്നുള്ള ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നവർ ഉന്നയിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ ഒരു പരിഹാസം ഉയർന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി, അതായത് വി ശിവൻകുട്ടി, നല്ല വിദ്യാഭ്യാസമുള്ള ശിവൻകുട്ടി തെറിച്ചു മാറിയിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്.